എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും എസ് പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് പാലാ കോട്ടയം ഹൈവേയിലോട് ചേർന്ന് ഹൈവേയിൽ നിന്ന് കഷ്ടിച്ചൊരു 100 മീറ്റർ മാത്രം മാറിയുള്ള അതിമനോഹരമായ വീടാണ്. ഇതൊരു 5 ബെഡ്റൂം വീടാണ്. ഒരു പുതുപുത്തൻ 2 നില വീട്. 2900 സ്ക്വയർ ഫീറ്റിലാണ് ഈ ഒരു മനോഹരമായ വീട് നിർമ്മിച്ചിരിക്കുന്നത്. 5 ബെഡ്റൂമുകളാണ് ഈ വീടിനുള്ളത്. 4 അറ്റാച്ച്ഡ് ബാത്റൂമുകളും ഒരു കോമൺ ബാത്റൂമുമാണ് ഈ വീടിനുള്ളത്. പാലാ കോട്ടയം ഹൈവേയിലെ ചെർപ്പുങ്കലും കിടങ്ങൂർ ടൗണുകൾക്ക് സമീപമായിട്ട് ഹൈവേയിൽ നിന്ന് കഷ്ടിച്ചൊരു 100 മീറ്റർ മാത്രം മാറിയിരിക്കുന്ന മനോഹരമായ വീടാണിത്. വെള്ളപ്പൊക്കമൊന്നും ഒരിക്കലും ബാധിക്കില്ലാത്ത മനോഹരമായ ഏരിയയിൽ ഹൈവേയിൽ നിന്ന് പുറപ്പെടുന്ന പഞ്ചായത്ത് റോഡിൻ്റെ സൈഡിലാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. ഹൈവേ വീട്ടിൽ നിന്ന് കാണാൻ പറ്റും, അത്ര അടുത്താണ് സൗകര്യങ്ങളൊക്കെ ഉള്ളത്. തൊട്ടടുത്ത് കടകളെല്ലാമുള്ള നല്ലൊരു ഏരിയയാണ്. മാർസിരിബ മെഡിസിറ്റിയിലേക്ക് കഷ്ടിച്ചൊരു 4 കിലോമീറ്റർ മാത്രമാണ് ദൂരം. നല്ല സൗകര്യങ്ങളേറിയ മനോഹരമായ സ്ഥലം. കോമ്പൗണ്ട് വാളും ഗേറ്റെല്ലാം വെച്ച് പണികൾ മുഴുവൻ പൂർത്തിയാക്കിയിരിക്കുന്നു. മുറ്റം ലാൻഡ്സ്കേപ്പ് ചെയ്ത് ഭംഗിയാക്കിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് കിണർ കാണാം. കിണറൊക്കെ നല്ല ഒരു മരത്തിൻ്റെ കുറ്റിയുടെ ഡിസൈനിൽ മനോഹരമായിട്ട് ചെയ്തിരിക്കുന്നു. മുകളുടെ ഗ്രില്ല് കൂടി കൊടുത്തിട്ടുണ്ട്. ഇവിടെ നല്ലൊരു തടിയുടെ ഒരു രൂപമൊക്കെ ഉണ്ടാക്കി അതിൽ ഒരു വേഴാമ്പലിൻ്റെ ഒരു രൂപമൊക്കെ കൊടുത്തിരിക്കുന്നു. നല്ല ഭംഗിയായിട്ടാണ് മുറ്റമൊക്കെ ലാൻഡ്സ്കേപ്പ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഭാഗത്തൊക്കെ നമുക്ക് അത്യാവശ്യം ഗാർഡൻ ചെയ്യാനുള്ള സ്പേസ് കൂടിയുണ്ട്. ഭിത്തിയിലൊക്കെ നല്ല ക്ലാഡിങ് വർക്കുകളെല്ലാം കൊടുത്ത് വളരെ ഭംഗിയാക്കിയിട്ടുണ്ട്. 10 സെൻറ്റിലാണ് ഈ ഒരു വീട് നിർമ്മിച്ചിരിക്കുന്നത്. ഹൈവേക്ക് തൊട്ട് ചേർന്ന് തന്നെ എല്ലാ സൗകര്യങ്ങളുമുള്ള നല്ലൊരു സ്ഥലത്താണ് ഈ വീട് നിർമ്മിച്ചിട്ടുള്ളത്. വീടിൻ്റെ മുൻഭാഗത്ത് സിറ്റൗട്ടിൻ്റെ ഭിത്തിയിലൊക്കെ നല്ല പാനൽ വർക്കുകൾ കൊടുത്തിട്ടുണ്ട്. വീതിയൊരു ഗേറ്റാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നമുക്കൊരു 4-5 കാറുകൾ മുറ്റത്ത് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. അതുപോലെ തന്നെ ഈ സൈഡിൽ ചെടികളൊക്കെ വെക്കാനുള്ള സ്പേസ് കൂടി തിരിച്ചു കൊടുത്തിരിക്കുന്നു. ഗേറ്റിന് നേരെ മുൻഭാഗത്തായിട്ട് തന്നെ കാർ പോർച്ച് കൊടുത്തിരിക്കുന്നു. നല്ലൊരു എലിവേഷനിലാണ് വീട് നിർമ്മിച്ചിട്ടുള്ളത്. താഴത്തെ നിലയിൽ 2 ബെഡ്റൂമുകളാണുള്ളത്. മുകളിൽ 3 ബെഡ്റൂമുകളുമുണ്ട്. 5 ബെഡ്റൂമുകളൊക്കെ നോക്കുന്നവർക്ക് പറ്റിയ ഒരു പ്രോപ്പർട്ടിയാണ്. അത് നല്ല കിടിലൻ ക്വാളിറ്റി നിർമ്മിച്ചിരിക്കുന്ന വീടാണിത്. പാലാ കോട്ടയം മെയിൻ ഹൈവേ റോഡിൽ നിന്നും കഷ്ടിച്ച് 100 മീറ്റർ മാത്രമാണ് ദൂരം. ഇടവഴികളൊന്നും കയറേണ്ട. ഹൈവേയിൽ നിന്ന് ജസ്റ്റ് ഒരു കഷ്ടിച്ചൊരു 100 മീറ്റർ മാത്രം. അപ്പോൾ വീടിൻ്റെ ചുറ്റും ഇൻ്റർലോക്കൊക്കെ ഭംഗിയാക്കിയിട്ടുണ്ട്. ഫ്രണ്ടിൽ ബാംഗ്ലൂർ സ്റ്റോൺ കൊടുത്തിരിക്കുന്നു. ഈ ഒരു സൈഡുകളിലെല്ലാം നാച്ചുറൽ ഈ ഇൻ്റർലോക്ക് കൂടി കൊടുത്തിട്ടുണ്ട്. അലക്കല്ലും ടാപ്പുമൊക്കെ ഈ ഒരു സൈഡിൽ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സൈഡിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് വാഹനങ്ങൾ ഹൈവേയിലൂടെ പോകുന്നത് കാണാൻ സാധിക്കുന്നു. അപ്പോൾ കിച്ചണിൻ്റെ പുറത്തായിട്ട് നമുക്ക് ഗ്യാസ് സിലിണ്ടർ വെക്കാനുള്ള കേജ് കൊടുത്തിട്ടുണ്ട്. കിച്ചണിന് പുറത്തേക്ക് ഡോറൊക്കെ ഈ ഭാഗത്താണ്. അപ്പോൾ നമ്മൾ വീണ്ടും വീടിൻ്റെ മുൻഭാഗത്തേക്ക് വന്നു. കോമ്പൗണ്ട് 10 സെൻറ്റാണ് സ്ഥലം. അപ്പോൾ നല്ല ഭംഗിയായിട്ട് കോമ്പൗണ്ട് എല്ലാം ചെയ്തിരിക്കുന്നു. ഇനി നമുക്ക് വീടിൻ്റെ അകത്തെ കാഴ്ചകളിലേക്ക് കൂടി ഒന്ന് പോകാം. സിറ്റൗട്ടിൽ നിൽക്കുമ്പോൾ വ്യൂ ആണ് ഈ കാണുന്നത്. പൂർണ്ണമായും വാസ്തുശാസ്ത്ര പ്രകാരം നിർമ്മിച്ചിരിക്കുന്ന വീടാണ്. ഈ ഭാഗത്ത് നമുക്ക് നല്ലൊരു ഫ്രണ്ട് ഡോർ കാണാം. നല്ല ഡിസൈൻ വർക്കുകൾ കൊടുത്തിരിക്കുന്ന മനോഹരമായ ഫ്രണ്ട് ഡോറാണ്. കൂടാതെ ഫ്രണ്ടിൽ പാനലിംഗ് വർക്കുകൾ കൂടി കൊടുത്തിട്ടുണ്ട്. തേക്കും ആഞ്ഞിലിയുമാണ് ഈ വീടിൻ്റെ നിർമ്മാണത്തിന് കൂടുതലായി ഉപയോഗിച്ചിരിക്കുന്നത്. നമ്മൾ കടന്നു വരുന്ന ലിവിങ് ഏരിയയാണിത്. വലിയൊരു ഹാളാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. നല്ല ഭംഗിയേറിയ ഇൻറ്റീരിയറൊക്കെ ചെയ്തിട്ടുണ്ട്. ഫാൻസി ലൈറ്റുകളും LED സ്ട്രിപ്പുകളും എല്ലാം കൊടുത്ത് വളരെ ഭംഗിയാക്കിയിട്ടുണ്ട്. ഈ ഒരു സൈഡിൽ നിന്ന് മുകളിലേക്കുള്ള സ്റ്റെയർകേസ് കൊടുത്തിരിക്കുന്നു. സ്റ്റെയർകേസിൻ്റെ ഭാഗത്തായി നമുക്കൊരു ചെറിയ കോമൺ ബാത്റൂം കാണാം. അപ്പോൾ ഇവിടെ നമ്മുടെ TV യൂണിറ്റ് കൊടുത്തിരിക്കുന്നു. നല്ല ഭംഗിയേറിയ ഫാൻസി ലൈറ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഡൈനിങ് ഏരിയയിൽ നിന്നാലും അല്ലെങ്കിൽ ലിവിങ് ഏരിയയിൽ ഇരുന്നാലും കാണാവുന്ന പോലെ വലിയ TV യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തായി ഒരു കോമൺ ടോയ്ലറ്റ് കൊടുത്തിട്ടുണ്ട്. വലിയ ഹാള് കഴിഞ്ഞ് ഇവിടെ വീണ്ടും ഒരു പാർട്ടീഷൻ കാണാം. ഇത് നമ്മുടെ ഡൈനിങ് ഏരിയയിലേക്കാണ് ഈ ഒരു ഭാഗം കിടക്കുന്നത്. നല്ല വലിയൊരു ഡൈനിങ് ഏരിയയാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. നമ്മുടെ ലിവിങ് ഏരിയ നല്ല വിശാലമായ ലിവിങ് ഏരിയയാണ്. കൂടാതെ ഡൈനിങ് ഏരിയ കൂടിയുണ്ട്. അപ്പോൾ ഇവിടെയായിട്ടാണ് നമ്മുടെ കിച്ചൺ വരുന്നത്. കിച്ചൻ്റെ അവിടെ ഒരു ചെറിയ കൗണ്ടർ കാണാം. ഇവിടെ നമ്മുടെ വാഷ് കൗണ്ടർ നല്ല ഭംഗിയായിട്ട് ക്രമീകരിച്ചിട്ടുണ്ട്. ഇവിടെ നല്ല ടേബിൾ ടോപ്പ് വാഷ് ബേസും വെച്ചിരിക്കുന്നു. അതിൻ്റെ അടിവശത്തൊക്കെ ഇഷ്ടംപോലെ കബോർഡ് വർക്കുകളുണ്ട്. LED ടച്ച് ലൈറ്റൊക്കെ ഉള്ള മിററാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നല്ല ഭംഗിയേറിയ രീതിയിലുള്ള വലിയൊരു വാഷ് കൗണ്ടർ കൊടുത്തിരിക്കുന്നു. 3 ഫേസ് വയറിംഗ് ആണ് ഈ വീട്ടിൽ നൽകിയിരിക്കുന്നത്. ബ്രാൻഡഡ് മെറ്റീരിയൽസാണ് വീടിൻ്റെ നിർമ്മാണത്തിന് ഉപയോഗിച്ചിരിക്കുന്നത്. വയറിംഗ് ഐറ്റംസും പ്ലംബിംഗ് ഐറ്റംസും എല്ലാം ബ്രാൻഡഡ് ആണ്. നമ്മുടെ കിച്ചണാണ് ഈ നമ്മൾ ആദ്യം കാണാൻ പോകുന്നത്. നല്ല ഭംഗിയേറിയ ഇൻറ്റീരിയറും സീലിംഗ് വർക്കുകളും ഒക്കെ ഇവിടെ കാണാൻ സാധിക്കുന്നു. ഇതാണ് നമ്മുടെ കിച്ചൺ. ധാരാളം കബോർഡുകൾ ഇവിടെ ചെയ്തിട്ടുണ്ട്. നല്ല വലിപ്പം ഒരേ കിച്ചണാണ്. ഒരു മോഡുലർ കിച്ചൺ തന്നെ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നല്ല ഭംഗിയേറിയ രീതിയിലുള്ള കബോർഡ് വർക്കുകൾ ചെയ്തിട്ടുണ്ട്. ഇവിടുന്ന് ഡൈനിങ് ഏരിയയിലേക്ക് ഒരു കൗണ്ടർ കൂടി ചെയ്തിട്ടുണ്ട്. ധാരാളം സ്റ്റോറേജ് ഇവിടെ കാണാൻ സാധിക്കുന്നു. കിഴക്ക് ദർശനത്തിലാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്.
ഇവിടെ നമുക്കൊരു സെക്കൻഡ് കിച്ചൺ കൂടിയുണ്ട്. ഇവിടെയും ധാരാളം കബോർഡുകളുണ്ട്. ഈ കോർണറിലായിട്ട് പുകയില്ലാത്ത അടുപ്പ് കൊടുത്തിട്ടുണ്ട്. പുറത്തേക്കുള്ള ഡോറ് ഈ വർക്ക് ഏരിയയിൽ നിന്നാണ്. അതുപോലെ തന്നെ സൈഡുകളിലെല്ലാം നിറയെ കബോർഡുകൾ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട്. ഒരു സിങ്ക് ഇവിടെയുമുണ്ട്. ഇഷ്ടംപോലെ സ്റ്റോറേജ് ഓപ്ഷൻസാണ് നമ്മുടെ കിച്ചണിലും വർക്ക് ഏരിയയിലുമായിട്ടുള്ളത്. ഇവിടെ നിന്ന് കാണാം, വലിയ സിങ്ക് കാണാം. അപ്പോൾ ഈ ഒരു സ്ഥലത്തുനിന്ന് തൊട്ടടുത്ത് 1 കിലോമീറ്റർ ഉള്ളിൽ തന്നെ ആരാധനാലയങ്ങളെല്ലാം ഉണ്ട്, സ്കൂളുണ്ട്, വലിയ ടൗണുകളാണുള്ളത്. ചെറുപ്പങ്കൽ, കിടങ്ങൂർ പോലുള്ള വലിയ ടൗണുകളിലേക്കാണ് നമ്മൾ പെട്ടെന്ന് എത്തുന്നത്. അപ്പോൾ നമുക്ക് വീടിൻ്റെ ബെഡ്റൂമുകൾ ഓരോന്നായിട്ട് കാണാം. ഇതാണ് ആദ്യത്തെ ഒരു ബെഡ്റൂം. നല്ല വലിയ ബെഡ്റൂമുകളാണ്, വലിയ ജനലുകൾ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്ത് ജനലിൻ്റെ അടുത്ത് ഇങ്ങനെ സിറ്റിംഗ് ഒരു ഏരിയ കൊടുത്തിരിക്കുന്നു, ഗ്രാനൈറ്റ് പാകിയിട്ടുണ്ട്. സീലിംഗ് വർക്കുകളെല്ലാം ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ തടികൾ ഉപയോഗിച്ചിരിക്കുന്നത് മുഴുവൻ തേക്കാണ്. ഈ ഡോറുകളെല്ലാം, ബെഡ്റൂമിൻ്റെ ഡോറുകളെല്ലാം തേക്കും തടിയാണ്. ടൈൽസ് ഫ്ലോറിൽ ഉപയോഗിച്ചിരിക്കുന്ന വലിയ ടൈൽസാണ്. ഡ്രസ്സിംഗ് ഏരിയയിൽ കബോർഡ് നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ മുകൾ ഭാഗത്ത് നമുക്കൊരു ട്രോളി ബാഗ്, അങ്ങനത്തെ ട്രാവൽ ബാഗൊക്കെ വെക്കാനുള്ള ഓപ്ഷൻ കൂടി കൊടുത്തിരിക്കുന്നു. അറ്റാച്ച്ഡ് ബാത്റൂമുകളാണുള്ളത്. നല്ല വലിയ ബാത്റൂമുകളാണ് വീട്ടിൽ നൽകിയിരിക്കുന്നത്. എല്ലാ ബാത്റൂമുകളിലും തന്നെ ഗീസറിലൊക്കെയുള്ള ഓപ്ഷൻസ് കൂടി കൊടുത്തിരിക്കുന്നു. ഒരു പ്രീമിയം ക്വാളിറ്റി തന്നെ നിർമ്മിച്ചിരിക്കുന്ന മനോഹരമായ വീടാണ്. അപ്പോൾ ഈ വീടിൻ്റെ സൗകര്യങ്ങളെന്ന് പറഞ്ഞാൽ 1 കിലോമീറ്ററിൽ തന്നെ ആരാധനാലയങ്ങളെല്ലാം ഉണ്ട്. നടന്നു പോകാവുന്ന ദൂരത്തിൽ തന്നെ അവശ്യ സാധനങ്ങൾ മേടിക്കാനുള്ള കടകളെല്ലാം ഉണ്ട്. ബസ് സ്റ്റോപ്പിലേക്ക് വെറും 100 മീറ്റർ മാത്രമേ ഉള്ളൂ. അങ്ങനെ സൗകര്യങ്ങളെല്ലാം നിറഞ്ഞ മനോഹരമായ ഏരിയയാണ്. പാലാ ടൗണിലേക്ക് ഏകദേശം ഒരു 6.5 കിലോമീറ്റർ മാത്രമാണ് ദൂരം. കിടങ്ങൂർ ടൗണിലേക്ക് 1 കിലോമീറ്റർ താഴെ മാത്രമാണ് ദൂരം. മെഡിസിറ്റിയിലേക്ക് 4 കിലോമീറ്ററാണ് ദൂരം. സൗകര്യങ്ങളെല്ലാം ഉള്ളു. പാലായിലെയും പരിസര പ്രദേശങ്ങളിലെ സ്കൂൾ ബസ്സുകളെല്ലാം നമ്മുടെ വീട് തൊട്ടടുത്തുകൂടി കടന്നു വരുന്നുണ്ട്. മെയിൻ റോഡിലേക്ക് ഇറങ്ങി നിന്നാൽ ബസ്സുകളെല്ലാം വരുന്ന വഴിയാണ്. അപ്പോൾ അങ്ങനെ സൗകര്യങ്ങൾ നിറഞ്ഞ ഈ ഒരു വീടിന് ഉടമ ചോദിക്കുന്ന വില 1,30,00,000 രൂപയാണ്. 5 ബെഡ്റൂമുകളും 5 ബാത്റൂമുകളുള്ള മനോഹരമായ വീടാണ്. ഈ ഒരു വീടിന് ചോദിക്കുന്ന വില 1,30,00,000 രൂപ. അപ്പോൾ നമ്മുടെ 2ാം നിലയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ വലിയൊരു ഹാള് കാണാം. ഇവിടെ ഒരു TV യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആദ്യത്തെ ഒരു ബെഡ്റൂമാണിത്. നല്ല വലിയ ബെഡ്റൂമുകളാണ്. എല്ലാ ബെഡ്റൂമുകളും ഇതുപോലെ വലിയ ബെഡ്റൂമുകളാണ്. AC-യുടെ പോയിന്റുകളൊക്കെ എല്ലാ ബെഡ്റൂമുകളിലും കൊടുത്തിട്ടുണ്ട്. സീലിംഗ് വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട്. ഡ്രസ്സിംഗ് ഏരിയയിൽ വാർഡ്രോബുകൾ, അതുപോലെ മുകൾ ഭാഗത്ത് വലിയ വാർഡ്രോബൊക്കെ കൊടുത്തിരിക്കുന്നു. ഈ ബെഡ്റൂമിനും അറ്റാച്ച്ഡ് ബാത്റൂമുണ്ട്. അടുത്ത ബെഡ്റൂമാണ് ഈ കാണുന്നത്. ഇതുപോലെ നല്ല വലിപ്പമേറിയ ബെഡ്റൂമുകളാണ്. വലിയ ജനലുകളൊക്കെയാണ് വീട്ടിൽ നൽകിയിരിക്കുന്നത്. പുറകുവശത്ത് ഒരു ഓപ്പൺ ടെറസ് കാണാം. ഇവിടെ നമുക്ക് ഡ്രസ്സൊക്കെ വിരിക്കാനുള്ള സൗകര്യമുണ്ട്. ഇവിടെ നിന്ന് ഹൈവേ കാണാൻ സാധിക്കുന്നത്, വണ്ടികളൊക്കെ പോകുന്നത് കാണാം. അതുപോലെ തന്നെ വീണ്ടും മുകളിലേക്ക് സ്റ്റെയർകേസ് കൂടി കൊടുത്തിട്ടുണ്ട്. വാട്ടർ ടാങ്കൊക്കെ വെച്ചിരിക്കുന്നത് മുകളിലാണ്. 10 സെൻറ്റിൽ 2,900 സ്ക്വയർ ഫീറ്റ് നിർമ്മിച്ചിരിക്കുന്ന ഈ ഒരു മനോഹരമായ വീടിന് ഉടമ ചോദിക്കുന്ന വില 1,30,00,000 രൂപയാണ്. താല്പര്യമുള്ളൊരു വിളിച്ചാൽ നിങ്ങൾക്ക് ഏത് സമയത്തും ഈ ഒരു വീട് സ്ഥലം കാണാൻ സൗകര്യം ചെയ്യുന്നതാണ്. ഈ വീടിൻ്റെ ക്വാളിറ്റി മനസ്സിലാക്കി ലോൺ സൗകര്യത്തിലൂടെ വാങ്ങാനുള്ള സപ്പോർട്ട് ഞങ്ങൾ തരുന്നതാണ്. നമ്മുടെ നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒരു ക്വാളിറ്റി വീട് സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ താഴെ കിടന്ന നമ്പറിൽ വിളിക്കുക. നിങ്ങൾക്ക് ക്വാളിറ്റിയൊക്കെ ബോധ്യപ്പെട്ട് ലൊക്കേഷനൊക്കെ ബോധ്യപ്പെട്ട് വാങ്ങാനുള്ള സപ്പോർട്ട് ഞങ്ങൾ തരുന്നതാണ്. ഇതാണ് നമ്മുടെ വീടിൻ്റെ മുൻവശത്തെ ബാൽക്കണി. അപ്പോൾ അങ്ങനെ എല്ലാ സൗകര്യങ്ങളും നിറഞ്ഞ മനോഹരമായ ഏരിയ നിർമ്മിച്ചിരിക്കുന്ന ഒരു കിടിലൻ വീടിൻ്റെ വീഡിയോ ആണ് നിങ്ങൾ കണ്ടു കഴിഞ്ഞത്. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. എത്രയും പെട്ടെന്ന് താഴെ കിടന്ന നമ്പറിൽ വിളിക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി ഉടനെ തന്നെ വരാം.